ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭവാനി മകളായ അഞ്ജനയോട് പറയുവാണ്, നീ മുത്തശ്ശി പറയും പോലെ കേൾക്കണം, പെട്ടെന്ന് തന്നെ റെഡിയായി വരണം. ഇപ്പോൾ അവരൊക്കെ പറയുന്നത് പോലെ കേട്ട് അനുസരിച്ച് മുന്നോട്ട് പോയാലേ നമുക്ക് ഇതെല്ലാം വെട്ടിപ്പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് മോക്ക് ഉപദേശം കൊടുക്കുക. പരമ്പരാഗതമായി അവർ ഉപയോഗിച്ചിരുന്ന ആ മുത്തശ്ശി 3 പെൺമക്കൾക്കും കൂടെ കഴുത്തിൽ അണിഞ്ഞു കൊടുത്തിരുന്ന ഒരു ആഭരണം ഉണ്ടായിരുന്നു, ഒരു മാല, ലോക്കറ്റൊക്കെയുള്ള. അതിലൊരെണ്ണം ഈ അഞ്ജനയ്ക്കുള്ളത് തന്നെയാണ്. അപ്പോൾ അനുപമയ്ക്കും ഇതുപോലെ ഒരെണ്ണം ഉണ്ട്. അങ്ങനെ അത് കൊടുക്കാൻ പറയാം, ഇത് മുത്തശ്ശി തന്നതാണ്, മോള് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി വരുമ്പോൾ ഇത് കഴുത്തിലേക്ക് ഇടണമെന്ന്. ആ കുട്ടി അത് നിരസിക്കുകയാണ്. എന്നാലും അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് നീ ഇട്ട് തന്നെ വരണം എന്ന്. അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും ഇനിയിപ്പോൾ കല്യാണം നടക്കുകയാണെങ്കിൽ അജയന് ഇഷ്ടമല്ലെങ്കിൽ പോലും അജയനെ വിവാഹം ചെയ്യണം വാശിക്ക് വേണ്ടിയിട്ട് എന്ന് ആ കുട്ടി തീരുമാനിക്കുക. കൈ കിട്ടിയ മാല അമ്മ അങ്ങോട്ട് പോണതും വലിച്ചവിടെ എറിയാണ് കേട്ടോ. അത് ധരിക്കണ്ടെന്നുള്ള വാശി. പിന്നെ ഇവിടെ നിന്ന് കളവി പറയുന്നത് പോലെയൊക്കെ ഞാൻ എന്തിനാ ചെയ്യുന്നത് എന്നുള്ള ഒരു ദേഷ്യവുമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഭൂമിജ ആകെ നല്ല സുന്ദരിയായിട്ട് അച്ഛൻ പുതിയതായിട്ട് വാങ്ങിക്കൊടുത്ത സാരിയും ബ്ലൗസും ഒക്കെ ഇട്ട് ആ മാല കഴുത്തിലിട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങി വരുമ്പോൾ തന്നെ അച്ഛന് വലിയ സന്തോഷമാവുന്നുണ്ട്. സുന്ദരിയായിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. ഇപ്പോൾ കാണാൻ നല്ല ഗ്ലാമറുണ്ട് എൻ്റെ മോളെ. പിന്നെ ബുദ്ധിയാണെങ്കിലോ പോലീസ് ബുദ്ധി, സ്വഭാവമാണെങ്കിൽ മദർ തെരേസയുടെ. അപ്പോൾ തന്നെ ഭൂമിജ ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞാൽ മദർ തെരേസയോ? മദർ തെരേസ എന്ന് പറഞ്ഞാൽ ഭയങ്കര സമാധാനത്തിൻ്റെ ആളാണല്ലോ. എനിക്കങ്ങനെ സമാധാനം ഉണ്ടോ അച്ഛാന്ന് ചോദിക്കുക. ഉണ്ട്, നീ സമാധാനത്തിൻ്റെ ആൾ തന്നെയാണ്, ബുദ്ധി മാത്രം പോലീസ് ബുദ്ധിയാണെന്നേ ഉള്ളൂ. ഉടനെ അമ്മ വരും കേട്ടോ. അമ്മ വന്നിട്ട് പറയണം, ഓ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയും പറയാതെ എൻ്റെ സ്വഭാവം തന്നെ അവൾക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. ഉടനെ അച്ഛൻ പറയാം, അത് വേണ്ട, എൻ്റെ സ്വഭാവം എന്ന് പറയാം. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. പിന്നെ 1ഉം 2ഉം പറഞ്ഞ് തർക്കമായി കേട്ടോ. അങ്ങനെ അച്ഛൻ പറയണം, മോളെ ഇപ്പം നിന്നെ കണ്ടാൽ സിനിമയിലെടുക്കും, അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ട്. ആണോ അച്ഛാ? മോൾക്ക് ഏത് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടം? അത് എനിക്ക് ടൈറ്റാനിക് പോലുള്ള സിനിമയിൽ അഭിനയിക്കാനാണ് ഇഷ്ടം. അതെയോ? അങ്ങനെയെങ്കിൽ നീ നോക്കിക്കോ, അതുപോലൊരു സിനിമയിൽ ഞാൻ നിന്നെ അഭിനയിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ അവർ പറയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഉടനെ പറയാം, അമ്മ നാടകക്കാരിയാണല്ലോ, എന്നാൽ നാടകത്തിൽ ആദ്യം അഭിനയിക്കട്ടെ, എന്നിട്ട് പിന്നെ സിനിമയിൽ പോയാൽ മതിയല്ലോ. പിന്നെ നിൻ്റെ ഒരു നാടകം കൊണ്ടുപോടി. എന്താ അച്ചുവേട്ടാ അങ്ങനെ പറയണം? നാടകത്തിന് എന്താ കുഴപ്പം? നാടകത്തിൽ അഭിനയിച്ചാൽ മതി. അത് വേണ്ട. ഇതിനിടയ്ക്ക് അയൽപ്പക്കത്ത് 2 പേര് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, ഒരു ഭാര്യയും ഭർത്താവും. അവർക്ക് ഭയങ്കര കുശുമ്പാണ്. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞുകൊണ്ട് വരികയാണ്, ഈ വീട്ടിലൊരു ഫാമിലിയുണ്ട്, പിന്നെ ഒരിക്കലും വഴക്കൂടനെ കണ്ടിട്ടേ ഇല്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഓ ഇങ്ങനെയുണ്ടോ മനുഷ്യർ? അപ്പോഴാണ് ഇവർ ഈ നാടകത്തിൻ്റെ കാര്യവും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായി കേട്ടോ. അങ്ങനെ ഇവരവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. ഭൂമിജ അത് കാണുകയും ചെയ്യാണ്. അപ്പോൾ ഭൂമിജ തോന്നിക്കണം, എന്താ നിങ്ങളിവിടെ നിൽക്കുന്നത്? ഏഹേ ഒന്നുമില്ല, കുട്ടി നിനക്ക് സുഖമാണോ എന്ന് അവർ ചോദിക്കട്ടോ. ഉടനെ ഭൂമിജ തിരിച്ച് ചോദിക്കുകയാണ്, അയൽപ്പക്കത്തെ വീട്ടിലെ വഴക്ക് കേട്ട് ഒരല്പ സുഖം നിങ്ങൾക്കും കിട്ടി അല്ലേ എന്ന് പറയുമ്പോൾ അവർ ചമ്മി പോവാണ് കേട്ടോ. എന്നിട്ട് അച്ഛനും അമ്മയ്ക്കും 2 വഴക്ക് കൊടുക്കുകയാണ്. നാണമുണ്ടോ ഇങ്ങനെ കിടന്ന് മഹളം വയ്ക്കാൻ? അപ്പുറത്തെ ഇപ്പുറമുള്ളൊക്കെ കേൾക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണ്, സൗഭാഗ്യപുരത്തേക്ക്. കൊണ്ടുപോവേണ്ട അമ്പലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം പായസവും മറ്റുള്ള പൂജാതി കർമ്മങ്ങൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതും കൊണ്ട് ഈ കുട്ടി നേരെ പോവാൻ കേട്ടോ. അങ്ങനെ അതേസമയം ഭവാനിയാണെങ്കിൽ ആകെ ഒരു ടെൻഷനിലാണ്. ഈ അനുപമ ഇനി ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു സംശയം അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു ഗുണ്ടയുണ്ടല്ലോ ഇവരുടെ ഒരു സഹായി, അയാളെ വിളിച്ചിട്ട് അച്യുതൻ എന്ന് പറയുന്ന ആ വ്യക്തി ഈ നാട്ടിലെവിടെയോ ഞാൻ കണ്ടു, അപ്പോൾ അയാളെ അന്വേഷിക്കണമെന്ന് ഇടയ്ക്കൊരു ദിവസം പറഞ്ഞിരുന്നു. അയാളെ ഫോണിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ അച്യുതനെ നീ കണ്ടെടുത്തിരുന്നോ, എവിടെയെങ്കിലും കണ്ടോ എന്നൊക്കെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ഒത്തിരി അന്വേഷിച്ചു, ഈ നാട്ടിലൊന്നും കണ്ടില്ല, CCTV ക്യാമറകളും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എവിടെയെങ്കിലും വെച്ച് ഈ പരിസരത്ത് ഉണ്ടോ എന്നുള്ളത് ഞാൻ അപ്പോൾ മാഡത്തിനെ അറിയിക്കാം. അറിയിച്ചാൽ മാത്രം പോരാ, മൊത്തം അറിയണം. അയാൾക്ക് മകളുണ്ടോ, അയാളുടെ വീട് എവിടെയാണ്, ഭാര്യയുണ്ടോ, എത്ര മക്കളാണ് ഉള്ളത്, എല്ലാം അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഫോണും വയ്ക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും പൂജയ്ക്കുള്ള സാധനങ്ങളും പൂജാരിയും ഒക്കെ ആയിട്ട് സത്യൻ വരുവാണ്, സൗഭാഗ്യപുരത്തെ ഏറ്റവും മൂത്ത പുത്രൻ. അങ്ങനെ വരുമ്പോൾ തന്നെ സൗഭാഗ്യ അവരവിടെ ഇരിപ്പുണ്ട്. അവർ ഭയങ്കര സന്തോഷത്തോടുകൂടി എല്ലാവരും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ അജയൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ ആൽഫ്രഡ്, ആ പയ്യനും വരുവാണ്. അപ്പത്തിന് ആൽഫ്രഡിനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടാ അഞ്ജനയായിട്ടുള്ള വിവാഹം അവനെക്കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് ഞാൻ ഇന്നാൾ നിന്നോട് പറഞ്ഞിരുന്നല്ലോ, അജയനോട് നീ എന്നെക്കുറിച്ച് സംസാരിച്ചോന്ന് ചോദിക്കാട്ടോ. അപ്പോഴാണ് പഴയ കാര്യം, ആഹാരം തീറ്റിച്ച് കൊന്നു വിട്ടില്ലേ, അത് ഓർക്കുകയാണ് കേട്ടോ ആൽഫ്രഡ്. അപ്പോൾ പെട്ടെന്ന് പറയാം, ഞാൻ സമ്മതിച്ചു, അവനെക്കൂടെ ഞാൻ സമ്മതിപ്പിച്ച് വെച്ചിട്ടുണ്ടേ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അജയ് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ ഇവർ 2 പേരും കൂടെ നന്നായിട്ട് സംസാരിക്കണം, കാര്യങ്ങളൊക്കെ പറയും, പുതിയ കേസിൻ്റെ കാര്യങ്ങളും ഒക്കെ.
സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സത്യൻ പൂജാരിയും കൊണ്ടൊക്കെ വരുന്നത്. അവരും അപ്പോൾ നമ്മുടെ ഭവാനിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും റെഡിയായി അതിനുള്ള കാര്യത്തിനൊക്കെ റെഡിയായിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് പുറത്ത് നമ്മുടെ ഭൂമികയും സാധനങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട്. വണ്ടിയും കൊണ്ട് വെച്ച് വെളിയിൽ നിൽക്കുമ്പോൾ സൗഭാഗ്യപുരം ഒന്ന് ബോർഡ് കാണുമ്പോൾ ഇത് തന്നെയാണ് വീടെന്ന് മനസ്സിലാക്കിയാണ് കേട്ടോ. പക്ഷെ കൊണ്ടുവന്നതിൽ ഒരു ഐറ്റം മിസ്സായി പോയി. അച്ഛൻ എടുത്ത് വെക്കാൻ മറന്നുപോയി, പായസമോ അങ്ങനെ എന്തോ ആണ്. ഉടനെ തന്നെ അച്ഛനെ ഫോണിൽ വിളിക്കുമ്പോൾ അച്ഛൻ പറയാണ്, അയ്യോടി നീ മറന്നുപോയല്ലേ അത് കൊണ്ടുപോകാൻ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം, നീ ആ ലൊക്കേഷൻ ഇങ്ങോട്ട് അയച്ചേ. അത് വേണ്ട, അച്ഛൻ ഈ സമയത്ത് ഇത്രയും ദൂരം യാത്ര ചെയ്തിങ്ങി വരണ്ട, അമ്മ ഒരു ഓട്ടോ പിടിച്ചിങ്ങി വരാൻ പറ. അയ്യടാ പിന്നെ അമ്മയൊന്നും വരണ്ട, നീ ആ ലൊക്കേഷൻ ഇങ്ങോട്ട് ഇട്ടേ, ഞാനിങ്ങനെ സൈക്കിൾ ചവിട്ടി ഇതാന്ന് പറഞ്ഞ് അവിടെ എത്തിക്കോളാമെന്നും പറയാട്ടോ. അപ്പം ഭൂമിക്ക് നല്ല വിഷമമുണ്ട്, സുഖമില്ലല്ലോ അച്ഛന്. എന്നിട്ട് പതിയെ കൊണ്ടുവന്ന സാധനങ്ങളുമായിട്ട് അകത്തേക്ക് കിടക്കാട്ടോ. കോളിംഗ് ബെല്ല് അമക്കുമ്പോൾ തന്നെ ഗേറ്റ് തുറക്കുക. എല്ലാം കണ്ട് ഇവിടെ ഭൂമിക്ക് ആകെ അത്ഭുതപ്പെടുക. അത്രമാത്രം ബംഗ്ലാവ് പോലത്തെ ഒരു വീടും സ്ഥലവും ഒക്കെ ആയിട്ട് പതിയെ നടന്ന് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അജയ് അവിടെ നിന്ന് ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് ഇവർ തമ്മിൽ കാണുന്നത്. ആഹാ, ഇയാളുടെ വീട് ഇതാണോ എന്ന് ഭൂമിക വിചാരിക്കുകയാണ്. അപ്പോൾ അജയ് വിചാരിക്കണം, ഇവളെന്താ ഇവിടെ, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തോ ആയിക്കോട്ടെ, അത് ശരി, സാറിൻ്റെ സൗഭാഗ്യം ഇവിടെയാണല്ലേ, ഈ സൗഭാഗ്യപുരം. അത് ശരി, നീ എന്തിനാ വന്നത്, എന്തെങ്കിലും ഇവിടെ കൊണ്ടുതരാൻ വന്നതാണോ? അങ്ങനെയാണെങ്കിൽ കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് പൊക്കോ എന്നും പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പൊക്കോളാം. പിന്നെ സാറേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന്. ഇതിനിടയ്ക്ക് നമ്മുടെ അഞ്ജന മേളിൽ നിൽക്കുകയാണ് കേട്ടോ, ബാൽക്കണിയിൽ ഫോൺ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവരെ തമ്മിൽ കാണുകയാണ്. അപ്പോൾ അഞ്ജന വിചാരിക്കുകയാണ്, ഇത് ഏതാ ഈ പെൺകുട്ടി, അജയനോട് തട്ടിക്കയറാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും ധൈര്യമുള്ള ആരാ, ഒന്ന് നോക്കണമല്ലോ എന്നും പറഞ്ഞ് ഇവരുടെ സംസാരം അവളെ മേളിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അഞ്ജന ചോദിക്കുക, താഴെ നിന്നും കൊണ്ട് ഭൂമിക അജയനോട് ചോദിക്കുകയാണ്, അതെ രാവിലെ പത്രവാർത്ത കണ്ടിരുന്നു കേട്ടോ, അതിനിപ്പോൾ എന്താ കുഴപ്പം? അല്ല, ആരോഗ്യമന്ത്രിയുടെ മകൻ്റെ മരണം ആത്മഹത്യയായിട്ട് എഴുതി കേസ് ഫയൽ ക്ലോസ് ചെയ്തല്ലോ, അതിന് അഭിനന്ദനങ്ങളും തന്നിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി. അതെ, അതിനിപ്പോൾ എന്താ? അല്ല, നീ വിചാരിക്കുന്ന എന്താ, നീ പറഞ്ഞ ഐഡിയ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തതെന്നോ? അങ്ങനെ ഞാൻ വിചാരിച്ചില്ല. സാറിൻ്റെ ബുദ്ധി കൊണ്ട് തന്നെയാണ് ഐസ് കട്ടകൾ അവിടെ കൊണ്ട് അടുക്കി വെച്ചത് കാര്യങ്ങളും പിന്നെ ആ പയ്യനൊരു മാനസിക രോഗി ആയിരിക്കാം എന്നുള്ളതും ഇതെല്ലാം സാറിൻ്റെ ബുദ്ധിയാണ്. അതെനിക്ക് മനസ്സിലായി. ആക്ഷേപിച്ച് പറയാം കേട്ടോ നമ്മുടെ ഭൂമിക. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, അതെ ഞാൻ കോടതിയിലൊരു കേസ് ഫയൽ ചെയ്യാൻ പോവാ. എന്തിന്? അല്ല, ഈ തലച്ചോറ് മോഷണം എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ എൻ്റെ തലച്ചോറ് ഒരാൾ മോഷ്ടിച്ചു, അതിന് എതിരായിട്ട് ഞാനൊരു കേസ് കൊടുക്കാൻ പോവാം. അത് വാദിക്കേണ്ടത്, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് സാറിൻ്റെ കടമയായിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അജയനൊരു ഊന്നും കൊടുക്കാനാണ്. എന്നിട്ട് അജയ് പറയാം, അതേ മര്യാദയ്ക്ക് വന്ന സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വെച്ചിട്ട് പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടാണ് കേട്ടോ. ശരി എന്ന് പറഞ്ഞ് ഭൂമിക അകത്തേക്ക് കയറി പോവാണ്. അഞ്ജനയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ഇവളെ ഒന്ന് കൂടുതൽ അറിഞ്ഞിരിക്കണമല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കാനായിട്ട് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്